നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെലവുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെയുള്ള ഒരു കാര്യമാണ് ഈ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ചെലവുകളിൽ നിന്നൊക്കെ കുറച്ചൊന്ന് സേവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ചെലവുകൾ കുറയ്ക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹൗസ് ഹോൾഡ് ബഡ്ജറ്റിൽ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ചെലവുകൾ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആവശ്യമുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കിച്ചണിൽ ഒരു ചെറിയ നോട്ട് പാഡും ഒരു പെന്നും വെക്കുവാണെങ്കിൽ നമ്മൾ ഓരോ സമയത്തും ഓർക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിനും എന്തൊക്കെയാണ് ഇല്ലാന്ന് തോന്നുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും. നമ്മൾ നെക്സ്റ്റ് ടൈം സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ട് പോയാലും മതി, നമുക്ക് നല്ല ഐഡിയ കിട്ടും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. പലപ്പോഴും നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കിനും വേണ്ട സാധനങ്ങളൊക്കെ പലപ്പോഴും മറന്നു. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെല്ലാവരും നോക്കാറുണ്ട് ഓൺലൈനിൽ ഐറ്റംസ്. കാർട്ടിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു കാര്യം നിർത്തിയിട്ട് കാർട്ടിൽ ആഡ് ചെയ്തിട്ടോ, അതാണല്ലോ നമുക്കൊക്കെ വേണ്ടത്. ആവശ്യമുള്ള നമുക്ക് വേണമെന്ന് തോന്നുന്ന എല്ലാം കാർട്ടിൽ ആഡ് ചെയ്യാം. പക്ഷേങ്കിൽ ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് കുറച്ചൊരു സമയം കൊടുക്കുക. അതായത് ഒന്നെങ്കിൽ നമുക്ക് നാളെ ഓർഡർ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു സമയം കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒരു 3 ദിവസം കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പകുതി സാധനങ്ങളും ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. ഇവിടെ ഞാൻ പറയുന്നത് ഗ്രോസറി ഐറ്റംസ് അല്ല കേട്ടോ. ഇപ്പം ക്ലോത്ത്സ് അല്ലെങ്കിൽ ബാഗ്സ് ഒക്കെ ഓൺലൈനിൽ വാങ്ങുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. പല ക്ലോത്ത്സും പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, അപ്പോൾ തന്നെ വാങ്ങാനൊക്കെ തോന്നും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അത് ഒരുപാട് ചീത്തയായി പോവാതെ അതിനെ മാക്സിമം അത് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോ സാധനങ്ങളും പ്രിസർവ് ചെയ്യാനുള്ള രീതിയിൽ അത് പ്രിസർവ് ചെയ്താൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ അധികം ചീത്തയാവാതെ ഇരിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്, ഇപ്പം ഇവിടെ ഗ്രീൻ ചില്ലി ഉണ്ട്, അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഇട്ട് വെക്കുവാണെങ്കിൽ മിക്കവാറും ഒരു 10 days ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ അഴുകി പോവും പച്ചമുളക്. അപ്പോൾ അതിനെ ഞാൻ ടിഷ്യൂ ഇട്ടിട്ട് വെക്കുന്നുണ്ട്, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഫ്രൂട്ട്സ്, കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഒരുമിച്ച് വാങ്ങുന്നവരാണെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും എന്തായാലും ഒരു 3-4 ദിവസം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഫ്രൂട്ട്സിന് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങളൊരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് ആ സ്മൂത്തിയിൽ ഇട്ടിട്ട് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ 1 week 2 weeksലേക്കൊക്കെ ഒരുമിച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പലപ്പോഴും പകുതി സാധനങ്ങളും ചീത്തയായി പോകുന്നത് കാണാം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രീസർ സെക്ഷനിൽ ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ പല സാധനങ്ങളും ചിലപ്പോൾ ഫ്രീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേങ്കിൽ അതൊന്നും ഉപയോഗിക്കാനായിട്ട് വിട്ടുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ നെക്സ്റ്റ് ടൈം സാധനം വാങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾക്കൊരു ഫ്രീസർ ഇൻവെന്ററി ചെക്ക് ചെയ്യാം. പല കമ്പനീസിലും ഇൻവെന്ററിയും സ്റ്റോക്ക് എടുക്കലും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവർ ചെയ്യുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾക്ക് കിച്ചണിലും ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ഒരു ഫ്രിഡ്ജിനുള്ളിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ വന്നിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതായത് ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് തന്നെ അറിയാം. നോക്കുമ്പോൾ ഇതിൽ പല സാധനങ്ങളും നമ്മൾ 2 ആഴ്ച മുൻപ് വെച്ചതാ, അല്ലെങ്കിൽ 3 ആഴ്ച മുൻപ് വെച്ചതാ, അല്ലെങ്കിൽ കുറേ ദിവസമായിട്ടുണ്ട്, ഇതാണ് നമ്മൾക്ക് ആദ്യം ഉപയോഗിക്കേണ്ടതെന്ന്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പല കാര്യങ്ങളും മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ബ്രെയിനിൽ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലോർഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കൊന്നൊരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് എനിക്കൊരു വിതിൻ 10 days അല്ലെങ്കിൽ വിതിൻ എ വീക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ള ആ ഒരു സ്റ്റോക്ക് എടുക്കുക. അത് ഫ്രീസറിൽ മാത്രമല്ല റെഫ്രിജറേറ്ററിലും ചെയ്യാം. ഞാനിതിവിടെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോവിഡിൻ്റെ ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങളുടെ മുൻപത്തെ റെഫ്രിജറേറ്റർ ചീത്തയായിട്ട് നമ്മൾ വേറെ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് കുറച്ച് വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സാധനങ്ങൾ കുറച്ചിങ്ങനെ അകത്തേക്ക് പോകും. അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ കാണാണ്ട് പോകും. അപ്പോൾ ചില പാത്രങ്ങൾ, കുഞ്ഞു പാത്രങ്ങളൊക്കെ ഞാൻ മിസ്സായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ സ്റ്റോക്ക് എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു പാത്രങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ തന്നെ വെച്ചതായിരിക്കും. കറി ഉണ്ടാവും, ചിലപ്പോൾ ഇന്ന് രാവിലെ വെച്ച് നാളെ വൈകുന്നേരം ആകുമ്പോഴും ഇത് എൻ്റെ മെമ്മറിയിൽ ഇരിക്കുക എന്ന് പറയുന്നതൊന്നും ചിലപ്പോൾ അത്ര പോസിബിൾ ആവത്തില്ല. അപ്പോൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കും എന്തൊക്കെ സാധനങ്ങൾ എനിക്ക് എടുക്കാനുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സാധനങ്ങളായിരിക്കും നെക്സ്റ്റ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു സെയിം തിങ് തന്നെ
തന്നെ ഇപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ ട്രേയിലും ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ട്രേ നോക്കുമ്പോഴത്തേക്കിനും അറിയാം ഇവിടെ വലിയ പച്ചമുളക് ഇരിപ്പുണ്ട്. അതിപ്പോൾ ഒരു 5-6 ഡേയ്സ് ഒക്കെ ആയി. ഇത് ബജ്ജി മുളകാണ്. അപ്പം ഞാനിവിടെ ബജ്ജി ഉണ്ടാക്കിയിട്ടും ഇല്ല. അപ്പം ഇതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണം. അപ്പം അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ ചീത്തയാവത്തില്ല, കുട്ടികളൊക്കെ ഉള്ളത് കാരണം അത് പെട്ടെന്ന് അങ്ങ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ചീത്തയാവും അല്ലെങ്കിൽ ആരും എടുക്കത്തില്ല എന്നൊക്കെ എനിക്ക് ഉറപ്പുള്ള സാധനങ്ങളുടെയാണ് ഞാനൊരു ലിസ്റ്റ് എടുക്കുന്നത്. അതേപോലെ മിസ്സായി പോകുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ചില്ലർ ട്രേ ആണ്. കാരണം ചില്ലർ ട്രേയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറത്തേക്ക് വലിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ഇൻവെന്ററി എടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടല്ലേ ഇൻവെന്ററി എടുക്കേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ വളരെ മിനിമലായിട്ടൊക്കെ മാത്രമേ സാധനങ്ങൾ വാങ്ങാറുള്ളൂ. ബട്ട് സ്റ്റിൽ ചില സാധനങ്ങൾ നമ്മൾ കാണാണ്ടിരുന്നു പോകും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ചീസ്, നമ്മളങ്ങനെ ചീസ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവരല്ല. അപ്പോൾ മൊസറല്ല ചീസ് ആണെങ്കിൽ അതൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ മാത്രമായിരിക്കും ആ ഒരു ചീസ് എടുക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മോൻ കുറച്ച് വലുതായിട്ടുണ്ട്, അപ്പോൾ അവൻ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവന് ചിലപ്പോൾ കുക്ക് ചെയ്യാൻ ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് ചീസ് വാങ്ങിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഹാഫ് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാവത്തുള്ളൂ, ബാക്കി ഹാഫ് ഇരിപ്പുണ്ടാവും. അതേപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ഡോറും കൂടി നോക്കുന്നുണ്ട്. അതിൽ നോക്കുമ്പോഴും എനിക്ക് കാണാം പാല് ഒക്കെ ഇരിക്കുന്നതൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഒരു പെട്ടെന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലുമൊക്കെ മീലിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള സാധനങ്ങളിനെ മാത്രം ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഈ പേപ്പറിൽ നോക്കും, ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിൽ നെക്സ്റ്റ് ഇത് ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ എടുക്കുന്ന സാധനങ്ങളിനെ ഒന്ന് കട്ട് ചെയ്യും. അപ്പോൾ ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ, സാധനങ്ങൾ ചീത്തയായി പോവാതിരിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെയിം കാര്യം നിങ്ങളുടെ പാൻട്രിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാൻട്രി ഏരിയയിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. അതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്യൂരീസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്തിട്ട് പിന്നീട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ടൊമാറ്റോ പ്യൂരിയാണ്. ഇതിൻ്റെ മോൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ പ്യൂരി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ക്വാണ്ടിറ്റി കൂടി പോയിട്ട് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ ഒക്കെ അറിയാമല്ലോ, കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് സ്മെല്ല് വരും. അപ്പോൾ ഇതിനെ ഞാൻ നമ്മുടെ ഐസ് ക്യൂബ്സ് വെക്കുന്ന ഒരു ട്രേയില്ലേ അതിലൊഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ കട്ടിയായി കിട്ടും. ആ ഒരു ക്യൂബ്സ് ആയി കിട്ടുന്നതിനെ നമുക്ക് എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്കിന് ഇരുന്നോളൂ കേട്ടോ. ഇതിപ്പം ഈ ഒരു ടൊമാറ്റോയ്ക്ക് മാത്രം ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ പലതരത്തിലുള്ള പ്യൂരീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അതിനെയുമൊക്കെ ഇതേപോലെയുള്ള ഐസ് ട്രേസിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് എടുക്കാനായിട്ട് പറ്റും. ഇത് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഒരു ഐസ് ക്യൂബ്സ് വന്നിട്ടുള്ളതാണ്. കണ്ടോ, ഞാനിത് കുഞ്ഞു കുഞ്ഞു ട്രേസിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമ്മൾക്ക് എടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗ്സിലാക്കി വെക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പല പ്രോഡക്ട്സ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പം കൗണ്ടർ ടോപ്പ് ക്ലീനേഴ്സ് ഉണ്ടാവും, ബാത്റൂം ക്ലീനേഴ്സ്, ഗ്ലാസ് ക്ലീനേഴ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ. ചില ക്ലീനേഴ്സൊക്കെ നമ്മൾക്ക് DIY ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് തന്നെ പറ്റും. ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു ക്ലീനറിനെ നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒഴിക്കുന്നതെന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇത് വെച്ചിട്ട് നമ്മൾക്കൊരു പ്രോഡക്റ്റ്, ഈ ഒരു DIY ആയിട്ടുള്ള ഈ ഒരു ക്ലീനിങ് പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറേ നാളത്തേക്കിന് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏത് തരത്തിലുള്ള സർഫസ് ക്ലീൻ ചെയ്യാനായിട്ടും ഈ ഒരു ക്ലീനിങ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സെൽഫ് കെയറും സ്കിൻ കെയറും ഒക്കെ വളരെ കാര്യമായിട്ട് തന്നെ എല്ലാവരും എടുത്തിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഓരോ പ്രോഡക്റ്റിനും നല്ല പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മണിയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ. അതേസമയം നമ്മളുടെ ഗാർഡനിൽ തന്നെ നമ്മൾക്കൊരു കുഞ്ഞു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ തന്നെ ചെറിയ ചെറിയ ചില നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കിന്നിലും ഹെയറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികൾ നമ്മൾ വളർത്തുവാണെങ്കിൽ അതിൽ നിന്ന് കുറേയൊക്കെ നമ്മൾക്കൊരു അഡ്വാൻറ്റേജ് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് കറ്റാർവാഴയാണ്. എൻ്റെ കുറച്ച് കറ്റാർവാഴ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾക്ക് കറ്റാർവാഴയും കൊണ്ടുള്ള അതിൻ്റെ ഒരു പൾപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ജെല്ലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിലേക്ക് വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ സമാധാനമായിട്ട് തന്നെ നമ്മളുടെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്യാനും പറ്റും. കറ്റാർവാഴയുടെ ജെല്ല് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോയും ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ള കറ്റാർവാഴയുടെ ലീവ്സ് ഉണ്ടല്ലോ, അതെല്ലാം കുറച്ചു നേരം ഒന്ന് വെക്കും, അതിൻ്റെ ഉള്ളിലുള്ള ഒരു കറ പോലത്തെ ആ ഒരു ഭാഗം പോവാനായിട്ട്. അതിനുശേഷം അതിനെ കട്ട് ചെയ്ത് അതിനെ വാഷ് ചെയ്തിട്ട് അതിൽ നിന്ന് ജെല്ലെടുത്ത് പിന്നെ നമ്മൾ കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിലൊക്കെ
പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഈ ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതും ഫ്രീസറിൽ വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഈ ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് സ്കിന്നിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നിങ്ങളിൽ പലരും ചെയ്തു നോക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ല. നിങ്ങളുടെ കമൻസ് എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.